അപ്പൊ എവിടാണ് ഞങ്ങൾ മൂന്നാളും എന്നല്ലേ? ഇടുവോന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മൂന്നാളും കൂടെ എന്താ ഈ മണ്ണഞ്ചേരി പഞ്ചായത്തിൽ ചെയ്യുന്നല്ലേ? വേറൊന്നുമല്ല ഗൈസ്, നമ്മുടെ ബീനാൻറ്റി ഇവിടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ഓണപരിപാടി ആയതുകൊണ്ട് നമ്മൾ ബീനാൻറ്റിയുടെ കൂടെ അങ്ങ് വന്നേച്ച്. പൂക്കളം കണ്ടാ പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാതെ വിടില്ലല്ലോ. അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ബീനാനിനെ തപ്പി നടക്കുവാണ്. കൊച്ചിയർക്കനാണെങ്കിൽ ഞാനാദ്യം നടക്കാന്ന് പറഞ്ഞ് മുണ്ടൊക്കെ മടക്കി കുത്തി ഇജ്ജാതി ആറ്റിറ്റ്യൂഡ്. അങ്ങനെ നമ്മൾ ബീനാൻറ്റിനെ തപ്പി സ്റ്റേജിന്റെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ബീനാൻറ്റി ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. ധ്യാനൂട്ടിയോട് സദ്യ പിന്നെ കഴിച്ചാൽ പോരെന്ന് ചോദിച്ചതേ ഓർമ്മയുള്ളൂ. ചേച്ചിമാർ ഇവിടെ നിന്നോ, ഞാൻ അങ്ങോട്ട് പോയി ഫുഡ് കഴിച്ചിട്ട് വരാമെന്നും പറഞ്ഞ ചെക്കൻ ഒറ്റ പോക്കായിരുന്നു. ഈ നിൽക്കുന്നതാണ് ഗൈസ് രതീശങ്കൾ. ഞങ്ങൾ രതീശങ്കളിട്ട് ഭയങ്കര കൂട്ടാണ്. അപ്പോഴാണ് ഗൈസ് ഈ രണ്ട് കുഞ്ഞു മക്കൾ നമ്മുടെ കണ്ണിൽ പെട്ടത്. ആ മോളൂട്ടിയാണെങ്കിൽ ചോറന്നെ കളിക്കുമായിരുന്നു. ആ മോനാണെങ്കിൽ ഇതെന്താ കടിച്ചിട്ടും പൊട്ടാത്തേന്നും പറഞ്ഞൊരു ശർക്കര ഉരുട്ടിയായിട്ടിരിക്കുമായിരുന്നു ഗൈസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാരും കൂടെ ഒന്ന് നമ്മളോടൊരു ഡാൻസ് കളിക്കാന്ന് ചോദിച്ചത്. പിന്നെന്താ കളിക്കാമല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങ് സ്റ്റേജിൽ കയറി. നമ്മുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ ഈ മോൾ സ്റ്റേജിൽ കയറി വന്ന് അടിപൊളി ഒരു നാടോടി നൃത്തം കളിച്ച്. അങ്ങനെ ഡാൻസ് കളിച്ച് ധനന്തരന്റെ മുല്ലപ്പൂ അഴിഞ്ഞുപോയി. അതുകൊണ്ട് നമ്മൾ സ്റ്റേജിൽ ഇരുന്ന് തന്നെ ആ മുല്ലപ്പൂ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഗൈസ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവരുടെ കസേര കളിയായിരുന്നു ഗൈസ്. എല്ലാവരും ഒരേ ഡ്രസ് കോഡ് ആയതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളവിടെ വെറുതെ നിൽക്കുന്ന കണ്ട് അവർ ഞങ്ങളെ പിടിച്ചങ്ങ് പാട്ടിടാൻ നിർത്തിയെന്നേ. ഇവരെല്ലാരും ഓടിയാണ് ഗൈസ്. ഇവരിയ്ക്കുമ്പോൾ നമ്മൾ പാട്ട് നിർത്തണമെന്നുള്ള മൈൻഡിലായിരുന്നു ഗൈസ് ഇവരെല്ലാരും കളിച്ചോണ്ടിരുന്നത്. പഞ്ചായത്തിലിടാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പാട്ടായിരുന്നു ആദ്യം തന്നെ നമ്മൾ പോയിട്ടത്. നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഐസിഡിഎസ് സൂപ്പർവൈസർ, നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും നല്ലൊരു അങ്കിള് തുള്ളിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളെ എന്ന് പറഞ്ഞ ഞങ്ങളെ കണ്ണാടി വെച്ച് തുള്ളാൻ. പിള്ളേർ പറഞ്ഞാൽ അത്രേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് അങ്കിള് നേരെ കണ്ണാടി എടുത്ത് അങ്ങ് വെച്ച് തുള്ളാൻ തുടങ്ങി. ബീനാൻറ്റി ഔട്ടാവാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ആഹ്ലാദം തുള്ളി അങ്ങ് പ്രകടിപ്പിക്കുമായിരുന്നു. നമ്മുടെ പ്രകടനം കണ്ടിട്ട് ദൈവത്തിന് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോന്നറിയില്ല, അടുത്ത റൗണ്ടിൽ തന്നെ ബീനാൻറ്റി ഔട്ടായി. അങ്ങനെ ബീനാൻറ്റി പറഞ്ഞ പോലെ അവസാനം ദീപ മെമ്പർ തന്നെ ജയിച്ചു ഗൈസ്. സദ്യ കഴിക്കുന്നുണ്ടാവും. നമ്മുടെ ഓണത്തിന് കഴിക്കുന്ന വെറൈറ്റി മന്തി, അതും അൽഫാം മന്തിയാണ് ഗൈസ്. അൽഫാം മന്തി.
അങ്ങനെ കുഴിമന്തിയൊക്കെ അകത്താക്കി ഞങ്ങൾ ബീനൻ്റെ ക്യാബിനിലോട്ട് പോയി. പണിയൊക്കെ എടുക്കും കേട്ടോ. ചുമ്മാ പണിയെടുക്കാതെ ഇവിടെ ചുമ്മാ കുത്തിയിരിക്കുവോ? വെറുതെ ഈ രണ്ട് കുട്ടികളെ പിടിച്ചു വെളിയിൽ തള്ളു. സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ അപവാദം പറയാൻ പറ്റത്തില്ല. 10 to 5 അവര് ഗവൺമെന്റിന്റെ സംരക്ഷണത്തിലാണ്. നിങ്ങളിപ്പോ സംസാരിക്കുന്ന ഗവൺമെന്റിനെതിരെയാണ്. നമ്മള് ജോലി ചെയ്തില്ലെന്ന് പറയത്തുള്ളൂ. അത് നമുക്ക് നോക്ക്, ലുക്ക് ഗൈസ്, നിങ്ങളിത് കാണണം. ഓണപരിപാടിക്കും ജോലി ഇനി ആത്മാർത്ഥത. അതിന് ചെറിയൊരനൊക്കെ ഉണ്ടാവൂടി. അതെ അതെ, വാണിമോള് ഈ ഓഫീസിൽ തമ്മിൽ ഒരു മാച്ച് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 2025 ഓണാഘോഷം ഇത്രയും ഗംഭീരമാക്കിയ ധനലക്ഷ്മി, ഗൗരിക്കും ധനലക്ഷ്മി മോളല്ലേ വാണിക്കും മണ്ണഞ്ചേരി പഞ്ചായത്തിന്റെ പേരിൽ നന്ദി പറഞ്ഞോളൂ. ഞങ്ങളെ കൊണ്ടുവന്ന് ബീനന്റിക്ക് നന്ദി പറയാം. അതെ, ബീനക്ക് നന്ദിയൊന്നും വേണം. തഴഞ്ഞ് അവിടെയും തഴച്ചിൽ ആർക്കും വേണ്ട. അവളുടെ ജോലിയാ പരിപാടി ഗംഭീരമാക്കുന്നത്. കൊള്ളാം, ഇങ്ങനെ കണ്ടിട്ട് കൊള്ളാം. അല്ലെങ്കിൽ കൊള്ളത്തില്ല. ഈ ഫ്രെയിം ഇവിടെ ഫ്രെയിം അങ്ങനെ നമ്മൾ തിരിച്ച് സ്റ്റേജിൽ ചെന്നപ്പോഴാണെങ്കിൽ ഇതേ പുരുഷ കേസരികൾ എല്ലാവരും കൂടെ സ്റ്റേജ് അങ്ങ് കൈയടക്കി. അങ്ങനെ പിന്നത്തെ മെയിൻ പരിപാടിയായിരുന്നു കൈകൊട്ടിക്കളി.
അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിന്ന് തുള്ളിക്കഴിഞ്ഞ് ഞാനും വല്യച്ഛനും കൂടെ കപ്പിൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇതെന്താ നിങ്ങൾ ഫാമിലി ആയിട്ട് പഞ്ചായത്തിലാണോ എന്നല്ലേ നിങ്ങളിപ്പോൾ വിചാരിച്ചു? വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ വല്യച്ഛനും മെമ്പറും ആണ്, പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആണ്. ഇനിയത്തെ നമ്മുടെ മെയിൻ പരിപാടിയാണ് സമ്മാനദാനം. ഈ നിൽക്കുന്നങ്ങളുടെ തൊപ്പി കണ്ടിട്ട് നിങ്ങൾക്ക് പാത്രം പോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രമാണ്. ചേട്ടാ കണ്ണ് കാണാത്ത ഉമ്മയാണ്. ചേട്ടാ ഞാൻ കണ്ണ് കാണാത്ത ഉമ്മയാണ്. എനിക്ക് പെൻഷൻ തരുമോ? അന്തയുടെ പെൻഷൻ തരുമോ? അല്ലല്ലേ, ഞാൻ ചെവി കേൾക്കാത്ത ഉമ്മയാണ്. എനിക്ക് അന്തയുടെ പെൻഷൻ തരുമോ? നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന കണ്ട ആട്ടി ഓടിക്കുന്ന നിങ്ങളിത് ഞാൻ ചോദിക്കുന്നിടത്ത് നിന്ന് എനിക്ക് തന്നാ മതി. ഇയാൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? അവിടെ ആരുമില്ല. ഇത് ബില്ലിംഗ് സെക്ഷനാണ്. അല്ല, എനിക്ക് ബില്ലടിക്കണം. 10 ബില്ലടിക്കാം. 5 ചുരിദാർ. 5 ചുരിദാർ. എന്ത് ചെയ്യാനാ? കാണുന്നത്ര ഒന്നുമല്ല. ഓടി അത് നമ്മൾ വെച്ച് പൊറപ്പിക്കട്ടെ. എന്റെ മുഖത്ത് പുറകിലൊരു യഥാർത്ഥ മുഖമുണ്ടല്ലോ. ഓണത്തിന് ബീരാൻ മേടിക്കാൻ പ്രായം അമ്മ അമ്മയുടെ അക്കൗണ്ടിലുള്ള പൈസ മൊത്തം ഞാൻ എടുത്തു. എന്നിട്ട് അതെടുത്ത് ഡ്രസ്സ് മേടിച്ചേക്കാം. 1 ലക്ഷം. ഇവിടെ 5 ലക്ഷം. 5 കോടി. എടാ 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 ഫേവറിസം. അതെ, ഫേവറിസം പറ്റത്തില്ല. ഫേവറിസം ഓട്ടിക്കാൻ പോണാന്ന് അടിച്ചിരിക്കുന്ന സാധനം. എടി ഓട്ടിങ്ങനെ എടുക്കണേ. മണിമണി അങ്ങനെ എടുക്കല്ലേ. ഞാനേ മാറിയുന്നേ. ഞാൻ മാറ്. ഇന്നെങ്ങാനും എടുക്കുവോ? പ്രസിഡന്റ് നമുക്ക് വേണ്ടി അത് പൊതിയാനുള്ള പേപ്പർ നമുക്ക് സഹകരിച്ചത് സഹകരണ സ്ഥാപനം. അങ്ങനെ പഞ്ചായത്തിലുള്ളവരെല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ധ്യാനൂട്ടിക്ക് ഒരു ഷർട്ട് എടുക്കാൻ പോവാണ്.
കടയിൽ ചെന്നപ്പോഴാണ് ചെക്കൻ ഒരേ നിർബന്ധം ഓണത്തിന്റെ ഷർട്ട് തന്നെ വേണമെന്ന്. അങ്ങനെ അവസാനം ഓണത്തിന്റെ ഷർട്ട് ഒരെണ്ണം കിട്ടിയപ്പോഴാണ് ചെക്കൻ ഇച്ചിരി സമാധാനമായത്. ചേരുമല്ലോ അത് ചേർത്തില്ല ചേരുമല്ലോ ഇട്ട് നോക്കാം. പിന്നെ നമ്മളൊന്ന് പരീക്ഷിക്കണ്ടല്ലോ. വീട്ടിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു വേണ്ടി വരും. ഈ കടയിലെത്തി ഭയങ്കര നൈസായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് പെട്ടെന്ന് പുള്ളിക്കാരിയായിട്ട് കമ്പനിയായി. എന്തോ അല്ല വ്ളോഗോ അല്ലോ ആണ്. എന്റെ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെയൊക്കെ ഡ്രസ് ഇടുന്നത്. ഇങ്ങനെ ഓക്കെ ഗൈസ് ഫിറ്റ് ചെക്ക്. ഇപ്പൊ തന്നെ ഇട്ടിരിക്കുന്ന ടോപ്പായിട്ട് മാച്ച്. ഇതിപ്പോ ലാഭമില്ലേ നെഞ്ചത്ത് എന്തുവാടോ വള്ളംകളി TBC. അതെന്തരത്? അപ്പൊ ഇത് മതിയല്ലോ അമ്മയും കൂടെ നോക്കിയിട്ട്. കടയിൽ വന്ന് ഞങ്ങളാണെങ്കിൽ നമ്മളോട് ചാനലിന്റെ പേരൊക്കെ ചോദിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു. അങ്ങനെ കസ്റ്റമേഴ്സ് ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ ഇത്തിയാണെങ്കിൽ നമ്മളോട് ഒരു ഡാൻസിന്റെ വീഡിയോ എടുത്തു തരാന്ന് പറഞ്ഞ് ഫോണൊക്കെ വാങ്ങിച്ച് നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു. ഇത്തി വീഡിയോ കാണുവാണെങ്കിൽ ഇത്തിയോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്, യു മേഡ് അവർ ഡേ. അങ്ങനെ കടയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് വെച്ച് നടക്കുവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുവാണ് ഗൈസ്. കാല് വലുതാവണം. അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. കാണാവോ ഗൈസ്? നിങ്ങൾക്ക് കാണാവോന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിപ്പം വീട്ടിലോട്ട് പോവുകയാണ്. ഫോണിൽ ചാർജ് ഇല്ല. ഇപ്പോൾ ഫോണിലും 2 ഫോണിലും ചാർജ് ഇല്ല. താഴെ കാണിച്ചാണ് ഈ ദുർഗതൻ പിടിച്ച കുഞ്ഞു വഴിയിലാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അത് എനിക്ക് സീനില്ല ഗൈസ്, എൻ്റെ ചിലപ്പോൾ സീനില്ല. ഇതാണ് ഹീൽസുള്ള ചെറുപ്പാണ്. നല്ല കണക്കായി പോയി പിന്നെ. അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്നപ്പോഴാണ് അച്ഛനിരുന്ന് നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കേ.